فبأي آلاء ربكما تكذبان ആകാശഭൂമികളിലുള്ളവരെല്ലാം അവനോട് യാചിക്കുന്നു. എല്ലാ ദിവസവും അവൻ ഓരോ കാര്യത്തിലാണ്. അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും രക്ഷിതാവിന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? سنفرغ لكم أيها الثقلان فبأي آلاء ربكما تكذبان ഹേ കനത്ത രണ്ട് സമൂഹമേ, നിങ്ങളെ അടുത്ത് നാം വിചാരണ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും രക്ഷിതാവിന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? يا معشر الجن والإنس إن استطعتم أن تنفذوا من أقطار السماوات والأرض فانفذوا لا تنفذون إلا بسلطان فبأي آلاء ربكما تكذبان ജിന്നുകളുടെയും മനുഷ്യരുടെയും സമൂഹമേ, ആകാശഭൂമികളുടെ മേഖലകളിൽ നിന്ന് പുറത്തു പോകുവാൻ നിങ്ങൾക്ക് സാധ്യമാകുന്ന പക്ഷം പുറത്തു പോവുക. വമ്പിച്ച ശക്തി കൂടാതെ നിങ്ങൾ പുറത്തു പോകുന്നതല്ല. അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും രക്ഷിതാവിന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? يرسل عليكما شواظ من نار ونحاس فلا تنتصران فبأي آلاء ربكما تكذبان നിങ്ങൾ ഇരുവിഭാഗത്തിന്റെയും നേരെ തീജ്വാലയും പുകയും അയക്കപ്പെടുന്നതാണ്. അപ്പോൾ അത് ചെറുത്തു നിൽക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതല്ല. അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും രക്ഷിതാവിന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? فإذا انشقت السماء فكانت وردة كالدهان فبأي آلاء ربكما تكذبان ആകാശം പൊട്ടിപ്പിളരുകയും അത് പനനീർ അഥവാ ചെമപ്പ് വർണ്ണമുള്ളതും എണ്ണ പോലെയും ആയിത്തീരുകയും ചെയ്താൽ അതെന്തൊരു ഭയങ്കരാവസ്ഥയായിരിക്കും. അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും രക്ഷിതാവിന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? فيومئذ لا يسأل عن ذنبه إنس ولا جان فبأي آلاء ربكما تكذبان അന്നത്തെ ദിവസം ഒരു മനുഷ്യനോടാവട്ടെ ജിന്നിനോടാവട്ടെ തന്റെ കുറ്റത്തെക്കുറിച്ച് ചോദിക്കപ്പെടുകയില്ല. അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും രക്ഷിതാവിന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? يعرف المجرمون بسيماهم فيؤخذ بالنواصي والأقدام فبأي آلاء ربكما تكذبان കുറ്റവാളികൾ അവരുടെ അടയാളങ്ങൾ മുഖേന അറിയപ്പെടുന്നതായിരിക്കും. അപ്പോൾ അവരുടെ നിർന്തലകളും പാദങ്ങളും കൂട്ടിപ്പിടിക്കപ്പെടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇരുവിഭാഗത്തിന്റെയും റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്?